അതെ അതെ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ ഫേസിലെ ഹെയർ ഒക്കെ ഒന്ന് ഷേവ് ചെയ്ത് കളയണം. അപ്പൊ തനിക്ക് ഇതൊന്നും അറിയില്ല അല്ലേ? നമ്മൾ ഫേസിലെ ബോഡിയിലൊക്കെ ഹെയർ ഷേവ് ചെയ്ത് കളഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് വളർന്നു വരും. മാത്രല്ല അത് റിമൂവ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകും. നല്ല കട്ടിയുള്ള ഹെയർ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇതൊന്നും അറിയാണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയും വലിയൊരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന ഒരാളായിരിക്കുമല്ലേ നിങ്ങൾ എല്ലാവരും. ഇപ്പോഴും ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേവിംഗ് സെറ്റ് എടുക്കുവാണെങ്കിൽ അത് കാണുന്ന എല്ലാവരും ഇതുപോലെ നമ്മൾ ഉപദേശിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആക്ച്വലി സ്പീക്കിംഗ് ഇതിന്റെ പുറകിലുള്ള സയൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള സത്യം എന്താണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ഒരു ബുദ്ധിമുട്ട്, ഫേഷ്യൽ ഹെയർസ്, ബോഡി ഹെയർസ്, ഇതെങ്ങനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഷേവ് ചെയ്താൽ പ്രശ്നം ഉണ്ടാകും, ഇതെല്ലാം ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ദാ ഈ കാണുന്നത് പോലെയാണ് ഒരു ഹെയർ ഫോളിക്കിളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, സ്കിന്നിന്റെ അടിയിലാണ് റൂട്ട് ഓഫ് ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഷേവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ സർഫസിൽ വെച്ചിട്ട് നമ്മൾ ആ ഹെയറിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നു. അതിന്റെ താഴെയുള്ള ഹെയർ ഫോളിക്കിൾസിന്റെ സ്കിന്നിന് താഴെയുള്ള ഭാഗത്തിനൊന്നും സംഭവിക്കുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഹെയറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്തോറും ടേപ്പറിംഗ് ആണ്, അഥവാ കട്ടി കുറഞ്ഞാണ് പോകുന്നത്. താഴേക്ക് വരുന്തോറും, ബേസിലേക്ക് വരുന്തോറും അതിന്റെ കട്ടി കൂടിയായിട്ടാണ് വരുന്നത്. സോ നമ്മൾ സർഫസിൽ വെച്ചിട്ട് ഈ ഹെയർ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ആ സർഫസിലുള്ള ഭാഗം എങ്ങനെയാണ്? അത് കട്ടിയുള്ള, നേരത്തെ ഉള്ളതുപോലെ തന്നെ കട്ടിയുള്ള ഭാഗമായിട്ട് അവിടെ തുടരുന്നു. ആൻഡ് ലേറ്റർ ഈ ഹെയർ വളർന്നു വരുമ്പോൾ ഈ കട്ടിയുള്ള ഭാഗമായിട്ട് വളർന്ന് വളർന്ന് വന്ന് അത് ടേപ്പറിംഗ് ആയിട്ട് പഴയ പോലെ ആയിട്ട് മാറുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ ആ പിക്ചറിൽ കണ്ടിട്ടുണ്ടാകും, സ്കിന്നിന്റെ സർഫസിലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഹെയർ താഴേക്ക് വരുമ്പോഴേക്കും അവിടെ കളർ എന്ന് പറയുന്നത് മുകളിലത്തെ ഭാഗത്തേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ആണ്. ആൻഡ് ആസ് ടൈം അഡ്വാൻസസ് ഈ ഹെയർ ഫോളിക്കിൾ വളർന്നു വരുമ്പോൾ പല പല എക്സ്പോഷേഴ്സ് ഉണ്ടാവുന്നുണ്ട്, അഥവാ സൺ എക്സ്പോഷർ, കെമിക്കൽ എക്സ്പോഷർ, സോപ്പ് എക്സ്പോഷർ. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അതിന്റെ കളർ ഒരു നാച്ചുറൽ കളറുമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു ബ്ലണ്ട് എൻഡാണ് അവിടെ റിമൈൻ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഉരസുമ്പോഴൊക്കെ ഒരു റഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ അവിടുത്തെ ഹെയർ ഭയങ്കര കൊയാസ് ആയിട്ട് കട്ടി കൂട്ടിയിട്ട് അത് വളർന്നു വരുന്നതല്ല. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ബ്ലണ്ട് എൻഡ് അവിടെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ നമ്മുടെ നെയിൽ കട്ട് ചെയ്യുന്നു, അപ്പോഴെന്താ സംഭവിക്കുന്നത്? അത് വീണ്ടും വളർന്ന് വളർന്ന് പഴയതുപോലെ ആകുന്നു. നമുക്കറിയാം, നെയിൽ ബെഡിന് താഴെയുള്ള നെയിലിന് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ സർഫസിൽ വെച്ചിട്ട് നെയിൽ കട്ട് ചെയ്യുന്നുണ്ട്, അത് പഴയ പോലെ വളർന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. ഈ സെയിം കാര്യം തന്നെയാണ് ഹെയർ ഷേവിങ്ങിലും സംഭവിക്കുന്നത്. അല്ലാതെ പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു മിത്താണ്, ഹെയർ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ളതും അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് അത് തിരിച്ചു വരും, അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൂടുതൽ ഡാർക്കൻ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും തിരിച്ചു വരുന്നതെല്ലാം. സോ ഇതെല്ലാം വലിയൊരു മിത്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചുമ്മാ അങ്ങോട്ട് തള്ളുവാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ പലരിലും കണ്ടിട്ടുണ്ടല്ലോ, ഇത് വെറുതെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അങ്ങ് തള്ളുന്നതാണെന്ന് ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഞാനിത് സയന്റിഫിക്കലി ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പ്രൂഫോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അങ്ങ് 1970കളിൽ രണ്ട് ഡെർമറ്റോളജിസ്റ്റ്, ലൈൻഫീൽഡ് ആൻഡ് പീറ്റർ മാർക്ക് വില്യംസ് എന്ന് പറയുന്ന രണ്ട് ഡെർമറ്റോളജിസ്റ്റ് നടത്തിയ ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങ് 1970 ഇതിന്റെ സ്റ്റഡി നടന്ന റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. സോ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ സീ ദാറ്റ് ഷേവിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിന് ഹെയർ ഫോളിക്കിൾസിന്റെ ഗ്രോത്തിൽ ഒരു ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. അതിന്റെ കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയർ ഫോളിക്കിളിന്റെ ആക്റ്റീവ്ലി ഗ്രോവിംഗ് പാർട്ടായിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അല്ലെങ്കിൽ ഡെർമിസിലാണ്, അഥവാ സ്കിന്നിന്റെ അടിയിലാണ് ഉള്ളത്. ആൻഡ് പുറത്തുള്ളതെന്ന് പറയുന്നത് ഫുള്ളി കെരറ്റിനൈസ്ഡ് ആയിട്ടുള്ള, മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള, അഥവാ സ്വന്തമായിട്ട് വളരാൻ കഴിയില്ലാത്ത ഫുള്ളി കെരറ്റിനൈസ്ഡ് ആയിട്ടുള്ള ഹെയറിന്റെ ഒരു ഷാഫ്റ്റ് മാത്രമാണ് നമ്മുടെ സ്കിന്നിന്റെ പുറത്തേക്ക് കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. സോ ആ ഒരു ഭാഗം കട്ട് ചെയ്തു എന്ന് വെച്ചത് കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ അടിയിലുള്ള ഹെയർ റൂട്ടിന് ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷേവിങ്ങിന് ഈ ഒരു കാര്യത്തിൽ, ഹെയറിന്റെ റീഗ്രോത്തിന്റെ കാര്യത്തിൽ ഒരു ഇമ്പാക്റ്റും വരുത്തുന്നില്ല എന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. മാത്രല്ല ഇവർ പറയുന്നുണ്ട്, പിന്നെ എന്തൊക്കെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹെയർ റീഗ്രോത്തിനെ അഫക്ട് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അഥവാ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ന്യൂട്രീഷൻ, ജനറ്റിക്സ്, ഹോർമോൺ, അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ ഈ പറയുന്ന ഹെയർ റീഗ്രോത്ത് യൂണീക്ക് ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആണ്. ഇതിവർ ചുമ്മാ അങ്ങ് വായി തോന്നിയ കാര്യം വിളിച്ചു പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഡിഫറെന്റ് സബ്ജക്ട്സിൽ എക്സ്പെരിമെന്റ് നടത്തി അത് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഫൈനലി ഈ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി രോമം വളരും അല്ലെങ്കിൽ ഡാർക്കർ ആയിട്ടുള്ള, തിക്കർ ആയിട്ടുള്ള ഹെയർ വളരുന്നു എന്നുള്ളതെല്ലാം കാലാകാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മണ്ടത്തരായിരുന്നു. സ്ത്രീകളായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുന്നത്. കാരണം പുരുഷന്മാർക്ക് അവരുടെ ബിയേഡ് എല്ലാം ട്രിം ചെയ്ത് കളയോ ഷേവ് ചെയ്ത് കളഞ്ഞാലും അത് തിരിച്ചു വന്നാലും അവർക്കൊരു പ്രശ്നമില്ല. ബട്ട്
ഫേഷ്യൽ ഹെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതെങ്ങനെ റിമൂവ് ചെയ്യണം, ഇനി ഞാനത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരുമെന്നെല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന പല സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹെയർ ഷേവിങ് പേടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ കുറച്ചുകൂടെ പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള വാക്സിൻ എല്ലാം ഓപ്റ്റ് ചെയ്യും. ബട്ട് ഐ ഹാവ് ടു സേ, നമ്മൾ സയന്റിഫിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരേ എഫക്റ്റ് ആണുള്ളത്. നമ്മുടെ അണ്ടർനീത്ത് ഉള്ള ഹെയർ ഫോളിക്കിൾസിന് ഇത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല അല്ലേ. സോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൂടുതൽ ഹെയർ വരുമോ എന്നുള്ള സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടിയില്ലേ. ഇതുപോലെ തന്നെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പല മണ്ടത്തരങ്ങളെ പറ്റി ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് കാണാത്തവർ അതും പോയി കാണാം. സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.